ആ ഒരു ഓട്ടോ വരുന്നുണ്ട്, എന്തായാലും ചോദിച്ചു നോക്കാം. എന്തേ? എൻ്റെ വണ്ടി ഇവരെ ഓട്ടം വിളിച്ചോണ്ട് വന്നതാ. വരുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. ഇവരെ അപ്പുറത്തോട്ടൊന്ന് ആക്കിയാൽ ഈ സമയത്ത് വേറെ വണ്ടി കിട്ടത്തില്ല. അല്ലടോ, ഞാൻ ഓട്ടം പോകുന്നതല്ല, വീട്ടിലേക്ക് പോവാ. പിന്നെ ഇപ്പൊ ഇത് ഒരുപാട് ലേറ്റായി. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. രാത്രി ആയതുകൊണ്ടാ. അത്രത്തോളം നടക്കാന്ന് വെച്ചാ അച്ഛനെ കൊണ്ട് പറ്റില്ല. അല്ല, അതുകൊണ്ടല്ല പെങ്ങളെ, എൻ്റെ റൂട്ട് ശാസ്ത്രപുരത്തേക്കല്ല, പിന്നെ എൻ്റെ അച്ഛന് സുഖമില്ലാത്തതാ. അപ്പൊ ഞാൻ നേരത്തെ ചെല്ലാന്ന് പറഞ്ഞ് പോകുന്നതാണേ. നടന്നാ ശ്വാസം മുട്ട് കൂടും. ഈ രാത്രിയിൽ എന്നെയും കൊണ്ട് മരുന്നിന് പോകണമെങ്കിൽ ഇവള് തന്നെ വേണം. മോൻ്റെ അച്ഛനാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മോൻ സഹായിക്കില്ലേ? മോനൊന്ന് ഞങ്ങളെ സഹായിക്കും. മോനൊന്ന് സഹായിച്ചാൽ 100 കോടി പുണ്യം കിട്ടും മോന്. നടക്കാൻ ഒട്ടും പറ്റാത്തതുകൊണ്ടായി പറയുന്നത്. നമ്മൾ ഓട്ടോക്കാർക്ക് ഓട്ടം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ചേട്ടാ എന്തും. ഇതിപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചത് കൊണ്ടല്ലേ. ഒന്ന് സഹായിക്കേട്ടാ. ഞാൻ ആ ജംഗ്ഷനിൽ കൊണ്ട് വിട്ടാ പോരെ? മതി, ബാക്കി ഞങ്ങൾ നടന്നായാലും പൊയ്ക്കോളാം. ആ, എന്നാ കയറിക്കോ. പോവാം. അല്ല ഏട്ടത് എന്താ അത്ര ലേറ്റ് ആക്കാൻ നിന്നേ? നേരത്തെ വീട്ടിൽ പോയിരുന്നില്ലേ? സുഖമില്ലാത്ത ആളല്ലേ? ഈ അസമയത്തൊന്നും ഇതിൽ പോയിക്കൂടാ, വലിയ അപകടം. അതുകൊണ്ട് പറഞ്ഞാ. ഇവളുടെ കല്യാണം ആവശ്യമോ മോനെ? വീട്ടിലിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, അതുകൊണ്ട് പോയതാ. സ്വന്തം കല്യാണ കാര്യത്തിന് ഇവള് തന്നെ ഓടി നടക്കുന്നത് കാണുമ്പോൾ അറിയാമല്ലോ ഒരു കൈ സഹായത്തിന് ആരുമില്ലെന്ന്. ആ, എല്ലാം വിധി പോലെ തന്നെ നടക്കട്ടെ. നൂർജഹാനെ, എന്താ എന്താ നീ കാണിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? എന്നെ രക്ഷിക്കണം മാമി, എന്നെ രക്ഷിക്കണം. നൂറെ മോളെ, നീ നിന്റെ മനസ്സിൽ എന്തൊക്കെ പദ്ധതി പ്ലാൻ ചെയ്താലും ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അവരിതൊന്നും ഇവിടെ നടത്തില്ല. പക്ഷേ മാമി വിചാരിച്ചാൽ നടക്കും. മാമി വിചാരിച്ചാലേ നടക്കും. മോളെ, നിന്നെ സഹായിക്കണമെന്ന് രക്ഷിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കറിയാവുന്നതല്ലേ എന്റെ ഇവിടുത്തെ കാര്യം. അതൊക്കെ എനിക്കറിയാം. പക്ഷേ മാമി എന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്നെ സംരക്ഷിച്ചോളാതാ. അല്ലാതെ ഉമ്മയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിടാന്നല്ലല്ലോ. ഒട്ടും പറ്റുന്നില്ല മാമി. ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കുന്നതിലും നല്ലത് മരണം തന്നെയാ. അയ്യോ മോളെ, നീ എന്നെ ഒരു മോളായിട്ടാണ് മാമി കണ്ടിക്കുന്നതെങ്കിൽ എന്നെ സഹായിക്കണം. എന്നെ കൈവിടരുതേ മാമി. നൂറെ, എന്നെ രക്ഷിക്കണം മാമി. എഴുന്നേക്ക് മോളെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ പറയുന്ന പയ്യൻ, അവനെ കുറിച്ച് നീ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഒരപകടത്തിൽ നിന്ന് മറ്റൊരപകടത്തിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയാ മാമി എടുത്തെടുത്ത് ചോദിക്കുന്നത്. അനൂപ് നല്ലവനാ മാമി, സ്നേഹമുള്ളവനാ. എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ആളാ. മോളെ, നിന്റെ ജീവിതം ഇവിടെ നീ തന്നെയായിട്ട് തിരഞ്ഞെടുക്കുമ്പോ അത് വലിയൊരു പരാജയമായിട്ട് തീരരുത്. എന്റെ മകൻ നസീറിനെ ഇഷ്ടക്കേട് വെച്ചുകൊണ്ട് വിവാഹം കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ നിനക്ക് കൂട്ടായിട്ട് എന്നും ഞാനുണ്ടാകും. എന്റെ മരണം വരെ നിനക്കൊരു ദോഷം വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. അങ്ങനൊരു ഉറപ്പ്, ബലം, അത് നീ ഇപ്പൊ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാവണം. അതുണ്ടാകും മാമി.
മാമി ഒന്ന് എന്റെ കൂടെ നിന്ന് തന്നാ മാത്രം മതി. ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. എന്തായാലും ഇന്നത്തെ രാത്രി കഴിയട്ടെ, ബാക്കിയെല്ലാം നമുക്ക് നാളെ തീരുമാനിക്കാം. എന്താ ഇത്രയും വൈകിയത്? ഓ, ഒന്നും പറയണ്ട. നീ കുറച്ച് വെള്ളം കേടുക്ക്. ഒരുപാട് ഓടി നടന്നിട്ട് വരിക ഞങ്ങൾ അച്ഛനും മോളും. വെള്ളം മാത്രം പോരാ, എന്തെങ്കിലും കഴിക്കാനും എടുക്ക്. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. വാ. ഉം. ഓ, വീട്ടിലെത്തിയപ്പോഴാ ഒന്ന് ആശ്വാസമായത്. ചില ദിവസങ്ങൾ അങ്ങനെ അച്ഛാ, അലച്ചിലോട് അലച്ചിലായിരിക്കും. എന്തായാലും കുഴപ്പമില്ലാതെ ഇങ്ങ് എത്തിയല്ലോ.